എന്റേത് മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. കാറിൽ നിറങ്ങുന്ന സുമതിയെ കണ്ടതും അവന്റെ മുഖം വല്ലാതെയായി. അപ്പോഴേക്ക് അവളാണെന്ന് കരുതി എല്ലാവരും എത്തിയിരുന്നു. നിന്റെ അമ്മ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്ന്? ആര്യ വണ്ടിയിൽ നിന്നിറങ്ങിയ സുമതിയെ കണ്ട് കാവ്യയോട് ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാം? ഞാൻ അറിഞ്ഞിട്ടല്ല വരുന്നത്. അപ്പൊ അവള് വിളിച്ചു വരുത്തിയതാവും. ഈ വരവ് വേണ്ടിട്ട് അത്ര നല്ല ഉദ്ദേശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ വെറുതെ വന്നാവും. നീ ഒന്നും മിണ്ടാണ്ടിരിക്കും. വെറുതെ ഓരോന്നും പറയാതെ ഞങ്ങളെ കാണാൻ വന്നാവും. കാവ്യ അതും പറഞ്ഞ അവിടെ അടുത്തേക്ക് ഓടിയതും ആര്യ അത് കണ്ട് ചിരി കൂട്ടി. കേറി വാ സുമേ, അവിടെ തന്നെ നിൽക്കാതെ. പുറത്തു നിന്ന് ആനന്ദം തന്നെ ചുഴിഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന സുമതിയെ അമ്മ അകത്തേക്ക് വിളിച്ചു. അവരില്ലാത്ത ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് അകത്തേക്ക് കയറി. അമ്മേ, ഞാൻ ഇറങ്ങുവാ. ആനന്ദ് അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവൻ പോകുന്ന കണ്ടത് അവർ പുച്ഛത്തോടും ചിരിച്ചു. ഇവനങ്ങ് വളർന്ന് പന്തരിച്ചല്ലോ പല്ലവി. കെട്ടിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? ഞാൻ ചിലതൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാ ഇങ്ങോട്ട് വന്ന്. ഇവിടെ ഉള്ള ഒരുത്തി ഉണ്ടല്ലോ, വലിഞ്ഞു കയറി വന്നവള്. അവളെങ്ങാണ്ടോ പോയി എന്നറിഞ്ഞു വന്ന ആ നാശം പോയല്ലോ ഇവിടുന്ന്. സമാധാനം. സുമതി, അവരുടെ സംസാരം കേട്ടു അച്ഛൻ ദേഷ്യത്തിൽ വിളിച്ചു. അച്ഛന്റെ ശബ്ദമുയർന്നു. അവരൊന്ന് പതറി. എന്റെ വീട്ടിൽ ആര് വരണം വരണ്ടാന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ഇവിടെ ആര് നിൽക്കണം നിൽക്കണ്ടാന്ന് തീരുമാനിക്കുന്നു. നീ നിന്റെ മക്കളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഉള്ളവരുടെ ചുമതല മുഴുവനെ ഏറ്റെടുക്കണമെന്നില്ല. എന്റെ മക്കൾ നാളെ ഇവിടുത്തെ കുട്ടികളാവേണ്ടവരല്ലേ? അല്ലെങ്കിൽ തന്നെ നമ്മൾ ബന്ധുക്കളല്ലേ? അപ്പൊ ഇവിടെ ഇരുത്തി വരുന്നതും പോകുന്നൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടക്കുറവാ. ഇപ്പൊ തന്നെ രണ്ടിനെയും പോകും വരും. കാരണം നാട്ടുകാരൊന്ന് പറഞ്ഞു തുടങ്ങി. ആദ്യെ കൊണ്ട് കാവ്യെ കെട്ടിക്കുന്നു എന്ന് കരുതി പ്രിയ ആനന്ദിനെ കൊടുക്കാന്ന് ഇവിടെ ആരും നിനക്ക് വാക്ക് തന്നിട്ടില്ല. അവന്റെ വിവാഹം അവന്റെ ഇഷ്ടമായിരിക്കും. എന്റെ മോൻ സ്വന്തമായിട്ട് ജോലി ചെയ്താ ജീവിക്കുന്നത്, നാട്ടുകാരുടെ ചെലവിലല്ല. എന്റെ മക്കളെ എനിക്ക് വിശ്വാസാ. പല്ലവി, ഇവരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോ. അച്ഛൻ അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും സുമതി പല്ലിയനിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അമ്മേ, സുമതിയെ കണ്ട് പ്രിയ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. മോൾ അങ്ങ് വല്ലാണ്ടായല്ലോ. മനസ്സിന് ദുഃഖമുണ്ടെങ്കിൽ എങ്ങനെ ശരീരം നന്നാവാനല്ലേ? സുമതി അവരെ നോക്കി ഊന്നിക്കൊണ്ട് പറഞ്ഞു. മനസ്സിന് സന്തോഷം കിട്ടുന്നിടത്തേക്ക് പോരുതെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ആന്റി. ദുഃഖം വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അല്ലേ പ്രിയേ? ആര്യ പറഞ്ഞ സുമതി അവളെ തുറച്ചു നോക്കി. അത് കണ്ടത് കാവ്യയുടെ കയ്യിൽ പിടിച്ച് മിണ്ടല്ലേ എന്ന് കെഞ്ചി. അത് കണ്ടത് ആര്യ കൈത്തട്ടി മാറ്റിക്കൊണ്ട് ചുണ്ടോട്ടി കാണിച്ചു. നീ അകത്തേക്ക് പോ ആര്യേ. അമ്മ ദേഷ്യപ്പെട്ടതും ആര്യ റൂമിലേക്ക് പോയതും കാവ്യ അവിടെ കൂടെ പോയി. പ്രിയയും സുമതിയും പരസ്പരം കുശലാന്വേഷണത്തിലാണ്. നിങ്ങൾ സംസാരിക്കുക, ഞാൻ നിനക്ക് കുടിക്കാനെടുക്കാം. അമ്മ അതും പറഞ്ഞ അകത്തേക്ക് നടക്കാൻ പോയി. എനിക്ക് സംസാരിക്കാനുള്ളത് നിന്നോടാ പല്ലവി. അച്ഛൻ അവിടെ നിന്ന് ഉറപ്പുവരുത്തി സുമതി അമ്മയോട് പറഞ്ഞു. പ്രിയമോൾ അകത്തേക്ക് വെക്കുക, അമ്മ റൂമിലേക്ക് വന്നോളാം. അവർ പറഞ്ഞു. പ്രിയ തലകുലുക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി. ആനന്ദിനെ ഇങ്ങനെ വിടാനാണ് നിന്റെ ഉദ്ദേശം? അവനൊരു ജീവിതമൊക്കെ വേണ്ടേ പല്ലവി? ആദിയുടെ വിവാഹം കഴിഞ്ഞ എല്ലാവരും നന്ദുവിനെ കുറിച്ച് എന്താ പറയാൻ പോകുന്നത്? നിനക്കറിയായിട്ടല്ലോ. അവന് പ്രായപ്പോൾ ഒരുപാടൊന്നും ആയില്ലല്ലോ. അവന്റെ ജീവിതം അവനല്ലേ തിരഞ്ഞെടുക്കേണ്ടത്. എന്റെ മോന്റെ തീരുമാനം എന്തായാലും അതിൽ തെറ്റ് സംഭവിക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. ജീവിതമൊക്കെ അങ്ങനെ മക്കൾക്ക് തീരുമാനിക്കാൻ വിട്ടുകൊടുക്കുന്നത് ശരിയാണോ? അതൊക്കെ നമ്മൾ മുതിർന്നവരാ തീരുമാനിക്കേണ്ടത്. ആ പെണ്ണ് പോയി എന്ന് മോള് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. അവളോട് അവൻ ഏതാണ്ട് ഇഷ്ടം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രിയ ഒരേ കരച്ചിലായിരുന്നു ഇന്നലെ ഫോണിൽ കൂടി. ഇങ്ങനെ പോയാൽ ചീത്തപ്പേര് കേൾക്കും. അവള് വശീകരിച്ചതാവും അവനെ, അല്ലാതെ എങ്ങനെ ആവാനാ? പോവാനും വരാനൊക്കെ നിങ്ങൾ തന്നെ ഒത്താശ ചെയ്ത് കൊടുത്തിരുന്നല്ലേ? എന്തെങ്കിലും സംഭവിച്ചോന്ന് തന്നെ ആർക്കറിയാം? സുമേ, അല്ല, ഞാനൊരു സംശയം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്റെ മോനെ എനിക്കറിയാം അവൻ എങ്ങനെയാണെന്നും. ഞാൻ അവനെ വളർത്തി. അതുകൊണ്ട് അവന്റെ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട. ആ, നിന്റെ വിശ്വാസമല്ലേ എല്ലാം. ഇത്രയും നാളെ എൻ്റെ മോളോട് തോന്നാത്ത ഇഷ്ടം നിന്റെ മോനെ അവളോട് തോന്നിയെങ്കിൽ അത് അവളുടെ വശീകരണം തന്നെയാ. എൻ്റെ മോളേക്കാൾ എന്ത് പ്രത്യേകത അവൾക്കുള്ളത്? സുമതി പുച്ഛത്തോടെ പറഞ്ഞു. അമ്മ അതേട്ട് മനസ്സിൽ പുച്ഛിച്ചു. പല്ലവി, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇപ്പം ആ പെണ്ണ് പോയതുകൊണ്ട് അവൻ ആദ്യം കുറച്ച് വിഷമമൊക്കെ തോന്നും. അതൊക്കെ കെട്ടുകഴിഞ്ഞാൽ മാറും. എൻ്റെ മോള് മാറ്റിയെടുത്തോളും. ഒരു പെണ്ണ് വിചാരിച്ച ഒരാളിനെ മാറ്റാനാണോ പാട്? അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവനെ അവൾ മാറ്റിക്കോളൂന്ന്. നീയും ഏട്ടനും എൻ്റെ കൂടെ നിന്നാ മതി. നിങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കും. നിങ്ങൾ കൂടെ നിൽക്കുന്നതുകൊണ്ടാ അവനിങ്ങനെ പോകുന്നു. അതിനൊക്കെ തടയിടേണ്ട നമ്മളാ. ആ പെണ്ണായിട്ട് അവനെ നിങ്ങളിൽ നിന്ന് അകറ്റും മുന്നേ അവനെ പ്രിയെ കൊണ്ട് വിവാഹം ചെയ്യിക്കണം. അതാ നല്ലത്. ആരാ ഇവിടെ അകറ്റാൻ നോക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ. ഞങ്ങൾ അവനെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ നോക്കുന്നതാണോ? കുഞ്ഞിനെ തൊട്ട് കാണുന്നല്ലേ നമ്മുടെ മക്കൾ പരസ്പരം എടുത്ത സ്നേഹമൊക്കെ കണ്ട് വളർന്നവരല്ലേ? എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? സുമതി കള്ള ദുഃഖം കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ആദിയുടെ ജീവിതം അവൻ തിരഞ്ഞെടുത്ത പോലെ നന്ദുവിനുണ്ട് അവന്റെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം. പരസ്പരം ചേരാത്ത രണ്ടുപേരെ ചേർത്തുകൊണ്ട് നഷ്ടം മാത്രമേ ഉണ്ടാവൂ നമുക്ക്. ആദ്യം സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ നന്ദു വിഷമിക്കുന്നതാണ് എനിക്ക് ആവില്ല സുമേ. അവന്റെ ഇഷ്ടം ഞങ്ങളുടെയും. പ്രിയ അവന്റെ ജീവിതത്തിലേക്ക് കൂട്ടാവനാവുമെങ്കിൽ ഞങ്ങൾക്കും സന്തോഷാ. അവന്റെ ഇഷ്ടമല്ലാതെ ഒന്നും നടക്കില്ല പല്ലവി. ഞാൻ വേണ്ട സുമേ, വെറുതെ അവന്റെ കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. അത് നമുക്കിടയിൽ ഒരു കല്ലേടിയായി മാറും. എന്തിനാ വെറുതെ പല്ലവി? അതൊക്കെ നിന്റെ തോന്നലാ. ആവാം, എങ്ങനെയാലും എൻ്റെ മോനെ സന്തോഷം പറഞ്ഞ് എനിക്കൊന്നും വേണ്ട. നീ ഇരിക്കും, ഞാൻ കുടിക്കാതെടുക്കാം. അമ്മ അതും പറഞ്ഞ അകത്തേക്ക് പോയതും സുമതി ദേഷ്യം കൊണ്ട് പല്ലിരിച്ചു. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഈ സുമതിന് ഇവിടുന്ന് പോവുള്ളൂ. പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവർ പ്രിയയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. നീ കരുതുന്ന പോലെ അവൾ പൂർണ്ണ സന്തോഷത്തോടെയും സമാധാനത്തോടെ അല്ല എൻ്റെ കൂടെ വന്ന്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല അവള്. ആൻസി ഇന്നലത്തെ കാര്യങ്ങളെല്ലാം ആനന്ദിനോട് പറഞ്ഞു. പിന്നെ ഇതിനാൾ അവിടെ നിന്ന് പോന്ന്. അവളുടെ കാര്യങ്ങളെല്ലാം അവൾക്ക് അറിയാവുന്നല്ലേ?
സ്വയം വേദനിക്കാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അവനവരുടെ സങ്കടം ആൻസിക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞു. ഒരുപക്ഷെ അവൾക്കാരനാണ് നീയും പ്രിയും തമ്മിൽ ഒന്നിക്കാത്തെന്നൊരു ചിന്ത അവൾക്കുണ്ട്. ഇന്നലെ ആ കുട്ടിയായിട്ട് ലച്ച് സംസാരിച്ചു. അതിനുശേഷം അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത്. എനിക്ക് തോന്നി ഇതിന്റെ പിന്നിൽ പ്രിയാവെന്ന്. ഇന്നത്തെ അവളുടെ വരവ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചു. അവരെക്കുറിച്ച് എല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാ വീട്ടിൽ കയറ്റുന്നത്? എൻ്റെ അനിയൻ അവരുടെ മകളെ സ്നേഹിച്ചു പോയി. അവർ പരസ്പരം ഇഷ്ടത്തില്ല. അവരും പ്രിയ അങ്ങനെ ആയതിൽ ആദ്യം കാവ്യ എന്ത് വെച്ചു? കാവ്യ നല്ല കുട്ടിയാ, പ്രിയയുടെ നേരെ ഓപ്പോസിറ്റ്. ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി പാവാണെന്ന്. ആൻസിക്ക് ലച്ചുവിനെ പറ്റിയെല്ലാം അറിയാലോ കാര്യങ്ങൾ. ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അവൾക്ക് ചുറ്റും ഒരുപാട് പ്രശ്നമുണ്ട്. അവളെ ഈ നോട്ടിട്ട് ഒരു തലയുന്നുണ്ട്. എനിക്കൊപ്പം ആയിരുന്നപ്പോൾ ഒരിക്കലും അവൾ ഓർത്ത് ടെൻഷൻ ആവാൻ വേണ്ടി വന്നിട്ടില്ല എനിക്ക്. പക്ഷെ ഇപ്പോൾ അവിടെ ഈ തീരുമാനം കൊണ്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ല. അവൾ നിനക്ക് എപ്പോഴും ആൻസിയുടെ ശ്രദ്ധ ഉണ്ടാവണം. ഒറ്റയ്ക്ക് പുറത്തെവിടെയും വിടരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും എന്നെ വിളിച്ചാൽ മതി. പരിചയമില്ലാത്ത ആരെങ്കിലും അവളെ പറ്റി ചോദിച്ചാൽ എന്നെ അറിയിക്കണം. തന്നെ വിശ്വസിച്ചാ ഞാനിപ്പോൾ നിൽക്കുന്നത്. അവൾക്കൊന്നും വരരുത്. അവനില്ലാതാവുന്നവരെ അവൾ സുരക്ഷിതയായിരിക്കണം. അവനുള്ളൊക്കെയാണ് ഞാൻ വൈകാതെ ഒരുക്കുന്നുണ്ട്. താൻ ടെൻഷൻ ആവണ്ട. ലച്ചുവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഒന്നും ഓർത്ത് പേടിക്കണ്ട. അവൾക്കൊന്നും സംഭവിക്കില്ല. ഞാൻ തന്നോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നിർത്തിയാൽ വന്ന് അവളോടുള്ള തൻ്റെ ആവരാതി കണ്ടപ്പോൾ ഇതാണ് നല്ല സമയം എന്ന് തോന്നി. താൻ ഒരിക്കലും അവളെ വിട്ടുപോകരുത്. ലച്ചു അങ്ങനെയാണ്. അവൾ കാരണം ആരും വേദനിക്കുന്ന അവൾക്ക് സഹിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം പോലും സ്വയം വേദനിച്ചുകൊണ്ടെടുത്ത്. അവളുടെ ഉള്ളിൽ എവിടെയോ താനുണ്ട്. എനിക്ക് ഉറപ്പാ അത് വൈകാതെ പുറത്തു വരും. എന്തു വന്നാലും താൻ അവളെ വേണ്ടെന്ന് വെക്കരുത്. ഒരാളെ നമ്മൾ സ്നേഹിക്കുന്ന പോലെ തന്നെ പറിച്ചുകളയാനും വലിയ പാടാ ആൻസി. താൻ വിഷമിക്കണ്ട. എന്തു വന്നാലും അവളെ ഞാൻ കൈവിടില്ല. പിന്നെ ഇപ്പം താൻ പറഞ്ഞില്ലേ അവളുടെ ഉള്ളിൽ എവിടെയോ ഞാനുണ്ടെന്ന്. കാത്തിരിക്കാൻ എനിക്കൊരു കാരണം കൂടി കിട്ടിയ സന്തോഷമുണ്ട്. അവൻ പറഞ്ഞു. ആൻസി അത് കേട്ട് ചിരിച്ചു. താൻ അവളെ കാണാൻ വരുന്നില്ലേ? പോരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു തന്നെ കാണാനാ വരുന്നതെന്ന്. ഇല്ലടോ, എന്നോടൊരു വാക്ക് പോലും പറയാതെ, എന്നെ സ്നേഹിക്കാനാവാതെ, എന്റെ മുഖം കാണാൻ വയ്യാതെ പോയതല്ലേ അവള്. അവൾ വിളിക്കുമ്പോഴല്ലാതെ, ആഗ്രഹിച്ചാലല്ലാതെ ഞാൻ അവിടെ മുമ്പിൽ പോവില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാനില്ല. അവൻ നെഞ്ചിൽ തടവിക്കൊണ്ട് മേലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ടത് ആൻസി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആൻസിയോട് യാത്ര പറഞ്ഞ് ആനന്ദ് വണ്ടിയും എടുത്ത് തിരിച്ചു. അവൻ പോയതും ആൻസിയും ഫ്ലാറ്റിലേക്ക് പോയി. റൂമിൽ ആൻസിക്കൊപ്പം ആനന്ദ് വരുന്ന വിശ്വാസത്തിൽ സന്തോഷം കൊണ്ടും എന്നാൽ ഒരു വാക്ക് പോലും പറയാത്തതിൽ സ്വയം ടെൻഷൻ അടിച്ച് നടക്കുകയാണ് ലച്ചു. ബെല്ല് സൗണ്ട് കേട്ടെന്ന് ലച്ചു ഞെട്ടിക്കൊണ്ട് ഷോളിൽ കൈ കറക്കി അല്പനേരം നിന്ന് ശ്വാസമെടുത്തു. ഞാൻ കാരണല്ലേ ഇങ്ങനെ സ്വയം ടെൻഷനാവേണ്ടി വന്ന് ഏട്ടനോട് പറയാത്തിൽ സോറി പറയണം. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. എന്നാലേ എനിക്കും സമാധാനം ഉണ്ടാവും. വീണ്ടും ബെൽ സൗണ്ട് കേട്ടതും ഷോളിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് അവൾ ഡോർ തുറക്കാൻ ചെന്നു. ശ്വാസം എടുത്തുകൊണ്ട് അവൾ ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആൻസിയെ കണ്ട് ലച്ചുവിന്റെ കണ്ണ് അറിയാതെ അവളുടെ പുറകിലേക്ക് നീങ്ങി. ആൻസി അവിടെ നിൽപ്പ് കണ്ട് മൊത്തം നോക്കി. നീ ഇത് എവിടെ പോയിരുന്നു? എത്ര നേരം ഞാൻ ബെല്ലടിക്കാൻ തുടങ്ങിയിട്ട്? അല്ല, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നീ ഇത് എവിടെ പോവാ? ആൻസി ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. അത് പിന്നെ ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാ. കുറച്ച് ദിവസം ഇതൊക്കെ ഇട്ടിട്ട് പാകാണെന്നറിയാൻ. ആൾ തപ്പിപ്പെറുക്കുന്നേണ്ട ആൻസി മനസ്സിൽ ഊറിച്ചിരിച്ചു. അല്ല, ചേച്ചി ആരെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്? ആരെയോ കാണാനെന്നല്ലല്ലോ ഞാൻ നിന്നോട് പറഞ്ഞേ. അല്ല, അത് പിന്നെ ഏട്ടനെ കാണാൻ പോയിട്ട് കണ്ടില്ലേ? ആ, ചോദിക്കാനുള്ള അങ്ങനെ നേരെ ചോദിക്കുന്നേ. അവളെ കളിയാക്കിക്കൊണ്ട് ആൻസി പറഞ്ഞു. ആളെ കണ്ട് ഞങ്ങൾ കുറച്ച് സംസാരിച്ചു. ശേഷം പിരിഞ്ഞു. എന്തേ? ആൻസി പറഞ്ഞു. ലച്ചുവിന്റെ ഉള്ളിൽ അവളെ കുറിച്ച് തിരക്കില്ലേ എന്നോർത്ത് ചെറിയൊരു വിഷമം തോന്നി. ഏയ് ഒന്നുമില്ല. അല്ല, ഏട്ട ഓഫീസിൽ പോയതാവല്ലേ? എനിക്കറിയില്ല. ഇന്ന് ഓഫീസിൽ ലീവ് എടുത്തുന്ന് പറഞ്ഞ്. ഏട്ടൻ എന്തു പറഞ്ഞു? എന്നിട്ട് എന്തിനാ വിളിച്ചേ? എന്നെ പറ്റി എന്തെങ്കിലും പറയാനാണോ? ആൾ വിളിക്കുന്നത് നിന്നെ പറ്റി പറയാനാവുമല്ലോ. അല്ല, ഞങ്ങൾ തമ്മിൽ മുൻപരിചയമൊന്നുമില്ലല്ലോ. ആൻസി പറഞ്ഞു. ലച്ചു ചിരിച്ചു. നീ കാരണം അവരെല്ലാം ഒരുപാട് വിഷമത്തിലായിരിക്കുന്നത്. ഞാൻ പറയുന്നത് ആളുടെ സ്നേഹം നീ കാണാതെ പോകരുതെന്നാ. ഇല്ലെങ്കിൽ നാളെ മോള് വിഷമിക്കേണ്ടി വരും. ചേച്ചി പ്ലീസ് വേണ്ട. അതിനെപ്പറ്റി വെറുതെ നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട. ഞാനിനി ഒന്നും പറയുന്നില്ല. ഞാൻ ക്ഷണിച്ചിട്ട് പോലും ആനന്ദ് ഇവിടേക്ക് വരാൻ തയ്യാറായില്ല. നിനക്ക് ഇഷ്ടമല്ലെന്ന കാരണം കൊണ്ട് നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി. നീ പറയാൻ നിന്നെ കാണാവില്ലെന്ന് പറഞ്ഞിട്ടാ പോയത്. ആനന്ദ് വരുന്ന കരുതി അവനെ കാണാൻ കാത്തുനിന്നല്ലേ നീ? ആൻസി യോജിച്ചും ലച്ചു തലതാഴ്ത്തി. സാരല്ല, തെറ്റ് നിന്റെ ഭാഗത്താ. അപ്പോൾ കുറച്ച് വിഷമിച്ചോ? ഇന്നലെ ഇവിടെ വന്നിട്ട് ഇത്രയും നേരമായിട്ട് ആനന്ദിനെ വിളിച്ച് കാര്യം പറയാൻ എനിക്ക് തോന്നിയില്ലല്ലോ. നിന്റെ കൂടെ ഒന്നും ആഗ്രഹിക്കാൻ നിൽക്കുന്നവനാ. കാണാതെ പോകരുത് ആ സ്നേഹം. ആൻസി അത് പറഞ്ഞ് ഫ്രഷ് ആവാൻ പോയത് അവളുടെ കണ്ണു നിറഞ്ഞു. മനസ്സിൽ വല്ലാത്തൊരു വേദന പോലെ അവൾക്ക് തോന്നി. വിളിക്കണമെന്ന് പലവട്ടം ആലോചിച്ചതാ, പക്ഷെ കഴിയുന്നില്ല. സംസാരിക്കാനൊരു ബുദ്ധിമുട്ട് പോലെ. ഏട്ടൻ എന്തു പറയുമെന്ന് ആലോചിച്ചിട്ട് സമാധാനമില്ല. ഇത്രയും ദിവസത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇന്നൊരു ദിവസം ഏട്ടനെ കാണാതിരിക്കുന്നത്. ഇന്നലെ വരെ അതെനിക്കൊരു എനർജി ആയിരുന്നു. പക്ഷെ ഇന്നെന്തോ ആരും ഇല്ലാത്ത പോലെ തോന്നൽ. കുറെ ചിന്തിച്ചു കൂട്ടി. ഇന്ന് ഏട്ടൻ വരുമ്പോൾ സംസാരിക്കാനൊക്കെ എല്ലാം വെറുതെയായി. ഓർത്തതും അവൻ വരാത്തതിലൊരു വിഷമം അവളെ പൊതിഞ്ഞുകൊണ്ടിരുന്നു. അവളിലേക്ക് അടുക്കാൻ അവളുടെ മനസ്സ് ആഗ്രഹിക്കുന്നുവെങ്കിലും പ്രിയയുടെ വാക്കുകൾ ഓർത്ത് അവൾക്ക് അതിനാവുന്നില്ല. ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞ ആളല്ലേ. ഇതാണോ ഇഷ്ടം? എത്ര ദിവസം ഇവിടേക്ക് വരാതിരിക്കുന്നത് ഞാൻ നോക്കട്ടെ. ഞാൻ പറയാതെ വരുമെന്ന്. ഒറ്റയ്ക്കൊന്ന് സംസാരിക്കുന്ന ലച്ചുവിനെ കണ്ട് മറിഞ്ഞു നിന്ന് ആൻസി ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോയി. ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തുകൊണ്ടാ ഇപ്പം അവളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാൻ നിനക്കായത്. സുമതി പ്രിയയുടെ അടുത്തിരുന്ന് എന്തോ വലിയ കാര്യം ചെയ്ത പോലെ പറഞ്ഞു. ലച്ചുവിനെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവൾ നന്ദുവിൽ നിന്ന് അകറ്റി നിർത്തണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ.
ഇത്രയൊക്കെ ആയിട്ട് ആന്റിയുടെ മനസ്സ് മാറിയിട്ടില്ല നന്ദുവിന്റെയും. പ്രിയ വിഷമത്തോടെ പറഞ്ഞു. അതൊക്കെ നമുക്ക് മാറ്റാം. ഈ അമ്മ നിന്റെ കൂടെ ഇല്ലേ? അവനെ കൊണ്ട് നിന്റെ കഴുത്തിൽ താരിയെട്ടിക്കാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്ന്. സുമതി പറഞ്ഞു. പ്രിയ ആശ്ചര്യം പൂണ്ട് അവരെ നോക്കി. ആന്റി സമ്മതിക്കാത്തിടത്തോളം കാലം അത് നടക്കില്ല അമ്മേ. നന്ദുവിന്റെ ഇഷ്ടമല്ലാതെ ഒന്നും ആന്റി ചെയ്യില്ല. ആർക്കും ഈ കാര്യത്തിൽ എന്നോട് ദേഷ്യ. അങ്ങളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ലച്ചുവിന് അവന് ഇഷ്ടമാണെന്ന് കേട്ടപ്പോൾ അവരകറ്റിയാൽ അവൻ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് ഞാൻ കരുതി. അവളുടെ പ്രശ്നമെല്ലാം അറിയാവുന്നതുകൊണ്ട് ഇവിടുന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നന്ദുവിനെ സ്വന്തമാക്കുക എന്നൊരു ഉദ്ദേശം എനിക്കുള്ളൂ. അല്ലാതെ അവൾക്ക് അവനോട് ഇഷ്ടമൊന്നുമില്ല. അതൊക്കെ നിന്റെ തോന്നല. അവളൊരു പെണ്ണ. ചങ്കുറപ്പുള്ള ആണിനെ കണ്ട ഇഷ്ടം തോന്നും. പ്രത്യേകിച്ച് അവൻ അവളെ ഇഷ്ടമായതുകൊണ്ട്. അവസാനം നിന്റെ ആഗ്രഹവും സ്വപ്നവും തട്ടിക്കളഞ്ഞ് രണ്ടും കൂടി ഒന്നിക്കുമ്പോൾ നിനക്കത് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് അകറ്റിയത് നന്നായി. ഇനി അവൾ ഇവിടേക്ക് തിരിച്ചു കയറിയത് അത് നോക്കേണ്ടത് നീയാ. സുമതി പറഞ്ഞു. പ്രിയ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ആര് ശ്രമിച്ചാലും അവനെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാനൊന്ന് ആഗ്രഹിച്ചെങ്കിൽ എനിക്കത് വേണം. വിവാഹം നടന്നാൽ പിന്നെ അവൻ എൻ്റെ വഴിക്ക് എങ്ങനെ ആക്കണമെന്ന് എനിക്കറിയാം. അത് ഞാൻ പ്രത്യേകിച്ച് നിനക്ക് പറഞ്ഞു തരേണ്ടെന്ന് എനിക്കറിയാം. സുമതി പറഞ്ഞതും അവളത് കേട്ട് ചിരിച്ചു. എന്തായാലും ഇന്ന് ഇതിലൊരു തീരുമാനമാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. നീ എൻ്റെ കൂടെ നിന്നാൽ മതി. ഇവിടെ മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കണമെന്ന് എനിക്കറിയാം. സുമതി ഒരു പുച്ഛം നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. പ്രിയത് കേട്ട് അവർക്കൊപ്പം ചിരിച്ചു. ലച്ചു ആനന്ദിനെ അമ്മയെ വിളിച്ച് ഒരുപാട് നേരം സംസാരിച്ചു. അമ്മക്ക് അവൾ പോയ വിഷമം മാത്രമേ പറയാനുള്ളായിരുന്നു. സുമതിയുടെ വരവറിഞ്ഞും ലച്ചുവിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ കടന്നുകൂടി. നീ പോയേ പിന്നെ അവൻ വല്ലാത്തൊരവസ്ഥയിലാണ്. കാണുമ്പോൾ എന്തോ അമ്മയ്ക്ക് സഹിക്കുന്നില്ല. അവനെ പോലെ മോള് തിരിച്ചു വരാൻ ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അവൻ സ്നേഹിക്കുന്നത് നിന്നെയാ. ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെ എൻ്റെ മോളായിട്ട് കിട്ടാനാ. അമ്മ പറയുന്ന മോള് കേൾക്കണം. എൻ്റെ മോന് സന്തോഷം കൊടുക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. അതാ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അവൻ്റെ സ്നേഹം കണ്ടില്ല എന്നടിക്കരുത്. അമ്മ വേദനയോടെ പറഞ്ഞു. ലച്ചു ഒന്നും പറയാനാവാതെ മോളി. അല്പനേരം സംസാരിച്ചു കഴിഞ്ഞതും അവർ ഫോൺ വെച്ചു. ഏട്ടനെ വിളിച്ചാലോ? തിരക്കിലായിരിക്കോ? ഏയ് വേണ്ട. പറയാതെ ഒന്നിൽ ദേഷ്യം കാണിച്ചാലോ? അതെനിക്ക് സഹിക്കില്ല. എന്തുകൊണ്ട് സഹിക്കാൻ കഴിയില്ല നിനക്ക്? നിനക്ക് ആനന്ദിനോട് ഇഷ്ടമൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ ഇത്രയും ടെൻഷൻ? ആൻസി ചോദിച്ചോ. ലച്ചു ആൻസി നോക്കി ചുമലോക്കി കാണിച്ചു. എൻ്റെ കൊച്ചെ, നിനക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കുക. വെറുതെ മറ്റുള്ളവരിട്ട് വിഷമിപ്പിക്കാതെ. നമ്മൾ കാരണം ഒരാൾക്ക് സന്തോഷം കിട്ടുമെങ്കിൽ അതിലും വലിയ കാര്യം വേറെ ഇല്ല. അവിടെ മറ്റാരെയും കുറിച്ച് നീ ഓർക്കണ്ട. ഒരു പരോപകാരിയാവൻ നടക്കുന്നു. ആൻസി അവൾ നോക്കി പറഞ്ഞു. ലച്ചു പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. അല്പനേരം ശ്വാസം എടുത്ത് വിട്ട ശേഷം അവൾ ആനന്ദിന്റെ നമ്പരെടുത്ത് കോൾ ചെയ്തു. വല്ലാത്തൊരു വീർപ്പുമുട്ടലും ടെൻഷനും പരവേശവും കാരണം ലച്ചു ഫോണിലേക്ക് നോക്കി. വേണോ വേണ്ടോ എന്ന് കൂടി ആലോചിച്ചുകൊണ്ട് ഫോൺ കട്ടാക്കി. കഴിയുന്നില്ല. പക്ഷെ സംസാരിക്കാതിരുന്നാൽ ശരിയാവില്ല. എന്തെങ്കിലും പിണക്കെന്നോടുണ്ടെങ്കിൽ അത് മാറ്റേണ്ട ഞാനല്ലേ. പാവം, ഞാൻ കാരണം ഒരുപാട് വിഷമമായിട്ടുണ്ടാവും. അമ്മയും വേദനിക്കുന്നുണ്ട്. ആർക്കും എന്നോട് പിണക്കാവും. അവർക്കല്ല എൻ്റെ പ്രിയപ്പെട്ടവർ. ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല. സ്വയം മനസ്സിനോട് പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും കോൾ ചെയ്തു. അവളുടെ ഹൃദയമിടിപ്പ് എന്തിനെന്നില്ലാതെ ഉയർന്നു. ആദ്യമെങ്കിൽ തന്നെ കോൾ അറ്റൻഡ് ആയതും ലച്ചു ഞെട്ടി ഫോണിലേക്ക് നോക്കി. അതേസമയം അവൾ വിളിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു അവനും. ലച്ചുവിന്റെ കോൾ കണ്ട് ആനന്ദ് സന്തോഷം കൊണ്ട് ചിരിച്ചു. എനിക്കറിയായിരുന്നു ലച്ചു നീ എന്നെ വിളിക്കുമെന്ന്. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫോൺ ചെവിയോട് കൂടുതൽ അടുപ്പിച്ചു. ഫോണിലൂടെ അവളുടെ നിശ്വാസം കേട്ടതും ആള് ടെൻഷനിലാണെന്ന് അവന് പിടികിട്ടി. ലച്ചു, സുഖാണോ നിനക്ക്? പെട്ടെന്ന് അവന്റെ ചോദ്യം കേട്ടതും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവളുടെ ചുണ്ടിലും വിരിഞ്ഞൊരു പുഞ്ചിരി. അവന്റെ ചോദ്യത്തിന് അവളൊന്ന് മൂളി. എന്റെ വീട്ടിലേക്ക് നീ വന്നിട്ട് നമ്മളിങ്ങനെ പിരിഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഒരു സംസാരമൊക്കെ ആദ്യമാണല്ലേ. ഐ ആം സോറി ലച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞ് നിന്നെ ഒരുപാട് വിഷമിച്ച് കാണും. എൻ്റെ മനസ്സിലെ ഇഷ്ടം തുറന്നു പറയുന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നുള്ളൂ. അതെൻ്റെ തെറ്റാ. തൻ്റെ മനസ്സ് മനസ്സിലാകാതെ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സോറി. താൻ ഇത്രയും ചെയ്തിട്ടും അതിൽ തന്നെ കുറ്റപ്പെടുത്താതെ സ്വയം കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന കേട്ടതും അവളുടെ മനസ്സിൽ അവനോട് വല്ലാത്ത കനിവ് തോന്നി. താനിപ്പോഴും എന്നോട് പിണക്കാണോ? ഞാൻ അങ്ങനെ പറഞ്ഞതിന് സോറി. ഒരിക്കലും ഇതിൻ്റെ പേരിൽ തന്നെ കുറ്റപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ ഞാൻ വരില്ല. ഇനിയെങ്കിലും ഒന്നും മിണ്ടിക്കൊടുത്ത എനിക്ക് എന്നോട്. മിണ്ടാൻ വേണ്ടി ഏട്ടനോട് ഞാൻ പിണങ്ങിയതാരാ പറഞ്ഞ്? ഞാനാ സത്യത്തിൽ സോറി പറയേണ്ടത്. ഒരു വാക്ക് പോലും പറയാതെ അവിടുന്ന് പോകുന്ന എൻ്റെ ഭാഗത്തെ തെറ്റാ. റിയലി സോറി. അപ്പൊ ഞാൻ തുറന്നു പറഞ്ഞതിൽ തെറ്റില്ലെന്നാണോ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചൊന്ന് ആലോചിച്ച ശേഷം പറഞ്ഞു. ഒരാളുടെ മനസ്സിൽ തോന്നിയൊരു കാര്യം മറ്റൊരാളോട് പറഞ്ഞതിൽ തെറ്റില്ല. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ, അവരുടെ സ്നേഹം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണ്ടേ? അത് തന്നെയല്ലേ ഞാൻ തന്നോടും പറയാൻ ആഗ്രഹിച്ച്. ഇപ്പം ഇത് പറഞ്ഞ പ്രിയയുടെ കാര്യം വെച്ചാണെങ്കിൽ താനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടണമെന്നില്ല. കാരണം ഒരിക്കലും ഒന്നിച്ചു പോകാൻ കഴിയാത്ത രണ്ട് ക്യാരക്ടറാണ് ഞങ്ങളുടേത്. ഒന്നിച്ചാലും അധികം നാൾ നീളില്ല. മാത്രമല്ല മറ്റൊരു പെൺകുട്ടി ഉള്ളിൽ വെച്ചുകൊണ്ട് എൻ്റെ മനസ്സാക്ഷി സ്വയം വഞ്ചിക്കാൻ എനിക്കാവില്ല ലച്ചു. അത് ഞാൻ പ്രിയോട് അവിടെ ജീവിതത്തോടും ചെയ്യുന്നത് തെറ്റാവും. എല്ലാം എനിക്ക് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഇനി ആ കാര്യം പറഞ്ഞ് എന്നെ നിർബന്ധിക്കരുത്. എൻ്റെ സ്നേഹം മനസ്സിലാക്കി താനെ തിരികെ നൽകുന്നവരെ ഞാൻ കാത്തിരുന്നോളാം. ഏട്ടൻ നിന്ന് ഓഫീസിൽ പോകാത്ത വീട്ടിലേട്ടൻ മൂഡ് ഓഫ് ആണെന്ന് അമ്മ പറഞ്ഞു. ഞാൻ കാരണം ഏട്ടൻ വിഷമിച്ചാൽ അത് അമ്മയ്ക്കും ആരിക്കും അച്ഛനും ഒക്കെ ഒരുപാട് വിഷമാവും. അതുകൊണ്ട് ഏട്ടൻ സന്തോഷമായിട്ടിരിക്കണം. മനസ്സിന് കിട്ടാത്ത സന്തോഷം നമുക്ക് പ്രകടിപ്പിക്കാനാവില്ലല്ലോ വെച്ചു. നീ എന്നെ വിളിച്ചല്ലോ, അത് മാത്രം മതി എനിക്ക്. ഒരുപാട് വാശി കാണിക്കാതെ പെട്ടെന്ന് ഇവിടേക്ക് തിരിച്ചു വരാൻ നോക്ക്. അതാ ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. അവൻ പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ടൊന്ന് മൂളി. പരസ്പരം ഒരുപാട് നേരത്തെ സംസാരത്തിനൊടുവിൽ കോൾ കട്ടായതും ലച്ചുവിന്റെ മനസ്സിൽ വല്ലാത്ത സമാധാനവും സന്തോഷവും തോന്നി. അവനെ പറ്റി ഓർത്തും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു.
ആനന്ദു ആ സമയങ്ങളോട് സംസാരിച്ച് സന്തോഷത്തിലായിരുന്നു. ഉച്ചക്കുള്ള ലീവ് ക്യാൻസൽ ചെയ്ത് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി അവൻ വീട്ടിലേക്ക് തിരിച്ചു. സുമതിയുടെ വരവിൽ എന്തൊക്കെയോ ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് അവർക്ക് മുഖം കൊടുക്കാതെ എത്രയും പെട്ടെന്ന് ഇറങ്ങണമെന്ന ചിന്തയോടെ അവൻ വീട്ടിലേക്ക് തിരിച്ചു. അകത്തു നിന്നും കേൾക്കുന്ന സംസാരം കേട്ടതും അവർ പോയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ പല്ലവി, നീ എന്റെ കൂടെ നിന്നാ മതി, അവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. സുമതി അമ്മയോട് പറഞ്ഞ് അകത്തേക്ക് വരുന്ന ആനന്ദിനെ കണ്ട് അവർ പെട്ടെന്ന് നിർത്തി. അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് അവർ റൂമിലേക്ക് പോകാൻ പോയതും സുമതി അവനെ വിളിച്ച്, മോനെ എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? എന്താ? ആ എന്നാലേ തൽക്കാലം എവിടേക്കും പോകണ്ട, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് തീരുമാനിക്കേണ്ട ഞാനല്ലേ. അമ്മേ, ഞാൻ ലീവ് ക്യാൻസൽ ചെയ്തു, ഉച്ചയ്ക്ക് ശേഷം ഓഫീസിലേക്ക് പോകും. അവരോട് പറഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞു. അവൻ പറഞ്ഞു കേട്ട് അമ്മയ്ക്ക് സമാധാനമായി. അവന്റെ വിഷമം മാറിയത് മനസ്സിലായതും അമ്മയുടെ മനസ്സ് നിറഞ്ഞു. ഇങ്ങനെയാണോ മുതിർന്നവരോട് സംസാരിക്കാനുള്ളത്? നീ എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ. അതിന് നിനക്ക് സമ്മതമില്ലെങ്കിൽ ആദ്യം കാവ്യം നമ്മളെ വിവാഹം നടത്തില്ല ഞാൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.